പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ദാറുഖുത്നിയും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച ഒരല്പം ദൈർഘ്യമുള്ള ഹദീസിന്റെ അതിന്റെ അവസാന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം. തീർച്ചയായും പരലോകത്ത് ഒരാളുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അയാളുടെ പര്യവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണം പര്യവസാനം എങ്ങനെയായിരുന്നുവോ അതനുസരിച്ചായിരിക്കും പരലോകത്ത് നമുക്ക് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ സഹാബത്തിൽ അത് എങ്ങനെയാണ് നബിയെ ഈ പര്യവസാനം തീരുമാനിക്കപ്പെടുക എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, നിങ്ങൾ ഒരാളെ കുറിച്ച് അറിയുന്നു, അയാൾ നല്ല ദീനീ ബോധമുള്ള, നല്ല തഖ്വയുള്ള, നല്ല മനുഷ്യനായിട്ടാണ് നിങ്ങൾ അയാളെ ആദ്യം കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. കുറെ കാലം കഴിയുമ്പോൾ അയാളെ നിങ്ങൾക്ക് കാണുന്നില്ല, പിന്നെ നിങ്ങൾ കേൾക്കുന്നു അയാൾ മരണപ്പെട്ടു പോയി എന്നാണ്. അതോടൊപ്പം നിങ്ങൾ കൂട്ടത്തിൽ കേൾക്കുന്നു അയാൾ മരിച്ചത് പണ്ടത്തെ പോലെ ദീനൊന്നും ഉണ്ടായില്ല, മരിക്കുന്ന സമയത്ത് അയാൾ അതൊക്കെ വിട്ടിട്ട് ദീനൊക്കെ മാറി അയാൾ മറ്റൊരു ചിന്തയായിട്ടാണ് മരിച്ചത് എന്ന് നിങ്ങൾ കേൾക്കുന്നു. മറ്റൊരാളെ കുറിച്ച് നിങ്ങൾ കാണുന്നു, അയാൾ നിങ്ങൾ കാണുന്ന കാലം മുതൽക്ക് തന്നെ വളരെ മോശമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, യാതൊരുവിധ ദീനി ബോധവുമില്ലാതെ തികച്ചും അനിസ്ലാമികമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. പിന്നെ കുറെ കാലം നിങ്ങൾക്ക് അയാളെ കാണുന്നില്ല, പിന്നെ അയാൾ മരിച്ചു എന്ന് നിങ്ങൾ കേൾക്കുന്നു. പക്ഷെ അതോടൊപ്പം കേൾക്കുന്നു അയാൾ ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ശരി, അവസാന കാലമായപ്പോൾ അയാൾ അതൊക്കെ മാറി നല്ല മനുഷ്യനായി, നല്ല ഇബാദത്തുള്ള നല്ല മനുഷ്യനായിട്ടാണ് മരിച്ചത് നിങ്ങൾ കേൾക്കുന്നു. ഇതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് നബി വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല ദീനി ബോധമുള്ള, നന്നായി ജീവിക്കാൻ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യർ അവരുടെ അവസാന കാലമാകുമ്പോഴേക്കൊക്കെ അതിൽ നിന്നൊക്കെ തെന്നി മാറി പിന്നെ ആ അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ലോകത്തോട് വിട പറഞ്ഞ എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്. നേരെ തിരിച്ചുണ്ട്, മരിക്കുമ്പോൾ നല്ല ദീനോട് കൂടി മരിച്ച് പോകുന്ന ആളുകളുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും നല്ല പര്യവസാനത്തോടു കൂടി മരണപ്പെടാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം, ഇത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മനസ്സുകൾ തെന്നി മാറാൻ സാധ്യതയുണ്ട് എന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റു വല്ല സ്വാധീനം കൊണ്ടൊക്കെ നമ്മൾ അറിയാതെ പെട്ടുപോകും. അതുകൊണ്ട് നമ്മുടെ പരലോകം അള്ളാഹു തീരുമാനിക്കുക, മരിക്കുമ്പോൾ പര്യവസാനം എങ്ങനെയായിരുന്നുവോ അതനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് നമ്മോട് നിങ്ങളുടെ ആഖിബത്താണ് നന്നാകേണ്ടത് എന്നാണ്. അതുകൊണ്ട് ആഖിബത്ത് പര്യവസാനം നന്നാകണമെങ്കിൽ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ക്രമീകരിക്കണം. നമ്മൾ നിരന്തരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ഹിദായത്തിൽ നിന്ന് തെന്നിപ്പോകാതെ അവസാന ശ്വാസം വരെയും നിലനിർത്തണമേ എന്നും ആ നല്ല ഈമാനോടുകൂടി മരിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന കൂടി നിരന്തരമായി നടത്തണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടത് ആ നല്ല പര്യവസാനം നമുക്ക് ഉണ്ടാകാനാണ്. അതുകൊണ്ട് അതാണ് നമ്മുടെ സ്വർഗത്തിന്റെ മാർഗങ്ങൾ തീരുമാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന നിമിഷം വരെയും നമ്മുടെ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിൽ ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.